ഏവർക്കും മധുചന്ദ്രികയിലേക്ക് സ്വാഗതം. രാജീവ് ONVയുടെ ഇരിക്കുമ്പോൾ കേവലമർത്യ ഭാഷ. ഓ അത് ശരിയാണ്, ഓർപ്പിച്ചത് നന്ദി അല്ലേ. രവി സാബിന്റെ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ, ഇല്ലയോ, ഇല്ലയോ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. അന്തരശ്രുസരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ, ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ, ഇല്ലയോ, ഇല്ലയോ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. ഇത് വേറൊരു ഈ പാട്ടിനോട് എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച സിനിമ കൂടി ആയതുകൊണ്ടാണ്. നക്ഷത്രങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൽ എൻ്റെ രാമാമഷം എടാ നീ കേവലമൂർത്തി നല്ല പാട്ടാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട നീ കുറച്ച് ബീറ്റ്സ് ഉണ്ട് അതിൽ. പ്രീളാഭരിതയായി വീണ്ടും ഒരു പുലർവേള കൺചിമ്മിയുണർന്നു, പൂവും പ്രസാദവും നീട്ടിയ കൈകളിൽ വീണ്ടും വിഷാദം വിതുമ്പി, വീണ്ടും വിഷാദം വിതുമ്പി. അന്നാ വിരൽ തൊട്ട മാത്രയിൽ തമ്പുരു വ്രീളാഭരിതയായി വീണ്ടും ഒരു പുലർവേള കൺചിമ്മിയുണർന്നു, പൂവും പ്രസാദവും നീട്ടിയ കൈകളിൽ വീണ്ടും വിഷാദം വിതുമ്പി, വീണ്ടും വിഷാദം വിതുമ്പി. ആ പിക്ചറൈസേഷൻ പ്രഭാതം അങ്ങനെ കാണിക്കും, വിഷാദവും എന്താ പറയുക. അതായത് ഒരുപാട് അതിനകത്ത് ഒരുപാട് വരികൾ ഓർമ്മയില്ല സാറിൻ്റെ, അപാര വരികളാണ്. അതിൻ്റെ ഇടയിൽ ഈ രവി സാബിനെ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പാട്ടുകളൊക്കെ കേട്ടിട്ടാണല്ലോ ഇങ്ങനെ പാടാൻ പോണത്. എന്തായിരുന്നു ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? അദ്ദേഹം ഞങ്ങളൊന്നിച്ച് ജോളിയായിട്ട് സംസാരിച്ചത് ഒരു ഭയങ്കര ഒരു വളരെ ക്വയറ്റ് ആണല്ലേ. ക്വയറ്റ് മാത്രമല്ല, നമ്മുടെ കൂടെ ചേരുന്ന ആളാണ്.
കുട്ടികളുടെ പ്രായം കുറഞ്ഞ ആൾക്കാരോട് ചേർന്ന് വളരെ വളരെ ജോവിയായിട്ട് മനുഷ്യനാണ്. ഞങ്ങൾ സോഫ്റ്റ് സ്പോക്കൺ, പിന്നെ ഇത്ര ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ചാന്ത് മാത്രമല്ല, എത്ര ഇപ്പോൾ സബ് കുച്ച് ലൂട്ട് തലത്തിൻ്റെ പടി, അതൊക്കെ അങ്ങനെയാണ്. അതേമാതിരി വേറെ സ്വീറ്റ് വോയിസ് എം രാജ. മലയാളത്തില് എത്രയോ പാട്ട് ദേവരാം മാഷ് പഠിച്ചിട്ടുണ്ട്. ദേവരാം മാഷോട് ഒരിക്കൽ ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു സംഗീത സംവിധായകൻ്റെ ഒരു പാട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പം അങ്ങനെ സാറിന് പറയാത്തതാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു, കൺമണി നീയൻ കരം പിടിച്ചാൽ, ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഖദീജ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കൽബിൽ മുട്ടി വിളിച്ചാലോ, വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തമെന്തെന്നറിയും ഞാൻ, പുതുവസന്തമെന്തെന്നറിയും ഞാൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. സുന്ദരരാവിൽ നൃത്തം ചെയ്യും ചന്ദ്രിക എന്തെന്നറിയും ഞാൻ, പെൺചന്ദ്രിക എന്തെന്നറിയും ഞാൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷ ശബ്ദം എം രാജയാണ്. പുള്ളിക്കാരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര റൊമാൻറ്റിക് വോയിസ് ആണ്. വലിയ ഇഷ്ടമാണ് പുള്ളിക്കാരി. എം രാജയുടെ പാട്ടാണ് എനിക്ക് നമ്പർ 1 പറയും. അത് കഴിഞ്ഞിട്ട് എല്ലാ ഗായകരും നിങ്ങളടക്കം എന്നെ സന്തോഷം എന്ന് പറയും. ഓമനക്കുട്ട എന്നുള്ള ചിത്രത്തിൽ ദേവരാമാഷ് ഒരേ പാട്ട് തന്നെ 2 ആളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്, എം രാജയെ കൊണ്ടും പി സുശീലയെ കൊണ്ടും. ആകാശഗംഗയുടെ കരയിൽ അശോക വനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ചന്ദനമുകിലിൻ
മൂടുപടത്തിൽ സ്വർണ്ണ ഞൊറികളിലൂടെ ചന്ദനമുകിലിൽ മൂടുപടത്തിൽ സ്വർണ്ണ ഞൊറികളിലൂടെ നിൻ കൺമുനകൾ തൊടുത്തുവിട്ടൊരു നിൻ കൺമുനകൾ തൊടുത്തുവിട്ടൊരു നീലമലരമ്പെവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെയാരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ചന്ദ്രകാന്തം വാരിത്തൂകും ചൈത്രരജനിയിലൂടെ ചന്ദ്രകാന്തം വാരിത്തൂകും ചൈത്രരജനിയിലൂടെ രാസക്രീഡയിൽ തുഴഞ്ഞു വന്നൊരു രാസക്രീഡയിൽ തുഴഞ്ഞു വന്നൊരു രാജഹംസമെവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ആകാശ ഗംഗയുടെ കരയിൽ. അതെ, ഞാൻ വേറെ പറയാം, നമ്മളിത് പാടുന്നു, പക്ഷെ ആ പാട്ട് രാജാ സാറിൻ്റെ ശബ്ദത്തിൽ കേട്ടല്ലേ സുഖമുള്ളൂ. അതാണ് ഒറിജിനാലിറ്റി. ആ ശബ്ദത്തിൽ ആ സ്റ്റൈലിൽ പാടിയതിൻ്റെ ഭംഗിയുള്ളൂ. വളരെ ദാരുണമായൊരു അന്ത്യമായിരുന്നു. അറിയില്ല, അതെനിക്കറിയാം. ഞാൻ കണ്ടിരുന്നു. എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പോയി കണ്ടിരുന്നു. എൻ്റെ അടുത്തായിരുന്നു മെഡ്രാസ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. തൊട്ടടുത്തായിരുന്നു. അദ്ദേഹം ഭാര്യയും ജിക്കി ഉണ്ടായിരുന്നു. ഞാൻ പോയി കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ പോയി കാണാറുണ്ട്. അതിനുശേഷം അവർ പാട്ട് നിർത്തി, ഒരു പാട്ടിൽ നിർത്തി. ഇവിടെ പിന്നെ ഉദയഭാനു ചേട്ടൻ്റെ ഓൾഡ് സ്കൂൾഡ് പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. അതെനിക്കറിയാം. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ട്രെയിനിൽ കയറിയിട്ട് വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപകടം. ഉദയഭാനു ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉദയഭാനു ചേട്ടൻ്റെ ഈ പറഞ്ഞ വേറിട്ടൊരു ശൈലി ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഒരു ദുഃഖ ഛായയുള്ള ഒരു ഡിഫറെൻറ്റ് കമുകറ സാറിൻ്റെ ഇപ്പം അച്ഛന് മാതളമലരെ മാതളമലരെ മാരനു നേദിച്ച മുന്തിരി നീരേ. അത് വേറെ സ്റ്റൈല്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ഡെപ്തുള്ള വോയിസ്. മുന്നിൽ താണ്ടിയ വഴിയതിദൂരം, പിന്നിൽ അജ്ഞാതമരണ കുടീരം. ഇന്നു നീ വന്നെത്തിയൊരിടമോ, ഇന്നു നീ വന്നെത്തിയൊരിടമോ. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ആ
ഭീകര വനവീഥികളിൽ നിലാവിൽ മയങ്ങിയ മരുഭൂമികളിൽ നൂറ്റാണ്ടുകളുടെ ഗോപുരമണികൾ വീണു തകർന്നൊരു തെരുവീഥികളിൽ ഏകാന്തതയുടെ ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീ അത് ആ സ്റ്റൈലിൽ പാടിയാൽ ആ പാട്ട് കേൾക്കുള്ളൂ. കമുകർ സാറ് പാടിയ മാത്രമേ ആ പാട്ട് കേൾക്കുള്ളൂ സാറ്, വേറെ ആരും പാടിയാൽ പറ്റില്ല. അങ്ങനെ ശബ്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. അതിൻ്റെ മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തുടരുന്നു. യുഗങ്ങൾ രാമനല്ലല്ലോ നീ രാജാവുമല്ലല്ലോ കേവലനാമൊരു മനുജൻ. രാമനല്ലല്ലോ നീ രാജാവുമല്ലല്ലോ കേവലനാമൊരു മനുജൻ. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇത് പാടുന്ന ആള് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനിനീർ മലരിനൊരിതൾ പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ നീൾതളിർമേന് കൈ പോയാലും കാന്തി കുറഞ്ഞിടുമോ കാന്തി പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും. ഇതൊരു ഭംഗി. കൊഴിഞ്ഞാലും പാടുന്നത് എന്തൊരു ഭംഗിയാണ്. മിണ്ടാത്തതെന്താണു തത്തെ നീ ഗാനം മറന്നോ നാണം വന്നോ മിണ്ടാത്തതെന്താണു തത്തെ. അയ്യോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. പല ടൈപ്പ് പാടിയിട്ടുണ്ട്, നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും അത് കമുകർ സാറിന് ആത്മവിദ്യാലയം കമുകർ സാറിനെ വിട്ട് മലയാള ചലച്ചിത്ര സംഗീതവും ഇല്ല. എഴുതി വെച്ചോളൂ അദ്ദേഹത്തിന്. അപ്പോൾ ഒരു ഈശ്വരൻ്റെ മറ്റേ ആത്മവിദ്യാലയം മാതിരി പോപ്പുലർ പാട്ട് ഇതുവരുണ്ട്. ഏത് കാലത്തെയും പോപ്പുലർ സോങ് ആണ് ആത്മവിദ്യാലയം. എത്ര വർഷമായി? 60 വർഷമായിട്ടായി. ഇപ്പോഴും പോപ്പുലർ അല്ലേ? അല്ല ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. ഇഹപര സുകൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. അദ്ദേഹത്തെ കുറിച്ച് എത്രയോ പാട്ടുകളെടുത്ത്. ആദ്യം ഞാൻ അദ്ദേഹത്തിനെ കണ്ട സിനിമാ പാട്ടല്ല. പോകുന്നു പോകുന്നു ഞാൻ തരുമുഖാനുവാദം സഖി തരുമുഖാനുവാദം സഖി. പോകുന്നു പോകുന്നു ഞാൻ.
അന്നു തൊട്ടിന്നോളം ലാളിച്ചോരാശകൾ മണ്ണായി കഴിഞ്ഞു പോയി ഓമലാളേ. ഒന്നായി കഴിഞ്ഞ ഓരോ പ്രതീക്ഷയും കണ്ണീർ കടലിൽ അലിഞ്ഞു സഖി. പോകുന്നു പോകുന്നു ഞാൻ, തരുമുഖാനുവാദം സഖി, തരുമുഖാനുവാദം സഖി. പോകുന്നു പോകുന്നു ഞാൻ. സാറിനെ കുറിച്ച് വേറെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പരിപാടി ഒരു 10-20-25 വർഷം മുമ്പ് ചേർന്ന് പാടിയതാണ്. അന്ന് എനിക്ക് ശബ്ദത്തിന് സുഖമില്ല. അപ്പോൾ പാട്ട് തീരെ ശബ്ദത്തിന് സുഖം ഉണ്ടായിരുന്നില്ല. പാട്ട് പാടുമ്പോൾ വെള്ളി വീഴുക, എന്നായി പോവുക. അത് ആൾക്കാർ കൂവി തരും, ഭയങ്കരമായിട്ട് കൂവുക. കൂവി ഞാൻ സാധിച്ചു. എനിക്ക് ശബ്ദത്തിന് സുഖമില്ലാത്തതല്ലേ. സാറ് ഭയങ്കര ദുഃഖമായി. സാറ് പാടുന്നുണ്ടേ. സാറ് ഞാൻ സാർ എന്തായി ഇവരെന്താ ഇവന്മാർ ഞാൻ സാറായ ശബ്ദം സുഖം സാറല്ല. ഇപ്പം പുള്ളി ചൂടായിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത്? അദ്ദേഹം സുഖമില്ലാതെ അദ്ദേഹം പാടും. നിങ്ങൾ ഇതാണ് മര്യാദ. ഭയങ്കര ചൂടായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാൻ അങ്ങനെ ചൂടായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കൂൾ അധ്യാപനം കൂടിയാണ്. ഭയങ്കര ചൂടായിട്ട് ഞാൻ സാറില്ല അങ്ങനെയല്ല ചെയ്തിട്ട് മിണ്ടാണ്ട് വലിയൊരു മനുഷ്യനാണ്. ഞാൻ 60, 68, 69 സാറ് മറ്റേ സ്വാമി സ്ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട് കാലത്ത്. അന്ന് പണി നമുക്ക് പാട്ടൊന്നുമില്ലല്ലോ, ഇവരൊക്കെ പോയി കാണാനല്ലേ സന്തോഷം. ഞാൻ പറയാറില്ല ഒക്കെ കാണും. സ്വാമി സ്ലോഡ്ജിലാണ് എല്ലാ മലയാള സിനിമയുടെ എല്ലാ ആൾക്കാരും, സത്യ മാഷടക്കം എവരിബഡി. ഇപ്പോൾ സാറ് റൂമിലുണ്ടാവും, ചെല്ലും മുറുക്കാൻ ചെല്ലും ഉണ്ടാവും. എന്നെ വലിയ അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം ഭക്ഷണവും നടക്കും പുള്ളിയുടെ കൂടെ. അങ്ങനെ ഒരു കാര്യം കൊണ്ടുള്ള കാലത്ത് ഒന്നും ചെയ്യ ഭക്ഷണം ഊണ് കഴിക്കില്ലേ, പിന്നെ കഴിക്കാം. അങ്ങനെ ആ കാലം, സാറിൻ്റെ ആ കാലം ഞാൻ ഒരിക്കലും മറക്കില്ല. വലിയ സ്നേഹമായിരുന്നു. ദേവാചേട്ടൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. മുമ്പൊരിക്കൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ തൃശ്ശൂർ വന്നിട്ട് പിന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു. അപ്പോൾ പോണതിന് മുമ്പേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന പാട്ടായിരിക്കും പറയുക, എൻ്റെ പാട്ട് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പാട്ടല്ല, വാടരുതി മലരണി എന്നൊരു പാട്ടുണ്ട്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, അതായിരിക്കും പറയാം. അപ്പോൾ അത് പോണ കൂട്ടർ പലർക്കും അത് കേട്ടിട്ട് പോലില്ല. സത്യഭാമ ചിത്രത്തിൽ സ്വാമി പാടിയ വാടരുതി മലരിനി അതിനെന്തു വേണം, ആടകൾ വേണു അലങ്കാരങ്ങൾ എൻ പ്രണയ വനികയിലെ പാരിജാതമേ മലരണ. ബ്യൂട്ടിഫുൾ സ്വാമിയുടെ ടച്ചുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് പതിനെട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടതാണ്. ദേവരാം മാഷ് ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട്, ഭയങ്കര ടച്ചിങ് ആണത്. എവിടെ നിന്നോ എവിടെ നിന്നോ പാട്ടാണ് കളഞ്ഞു എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ കയറിയ വാനമ്പാടികൾ ഞങ്ങൾ, വാനമ്പാടികൾ ഞങ്ങൾ. അയ്യോ ദാസേട്ടൻ്റെ ഇതുമാതിരി ചേട്ടൻ ഇങ്ങനെ എനിക്ക് പാടാൻ ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുള്ള പാട്ടുകൾ കുറേ ഉണ്ടാവും. എന്നാലും അങ്ങനെ താമസവന്തിയാണ് അതെന്റെ മനസ്സിലാകുന്നത്. മുതൽ താമസം ഇരുന്നല്ലേ, അതല്ലേ മറക്കുന്നില്ല. 27 പ്രാവശ്യം കണ്ടു ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ പാട്ട് കേട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏകാന്തത കേട്ടു തുടങ്ങി, ആ പാട്ട് കേട്ടു തുടങ്ങി. പിന്നെ അത് കേട്ടു തുടങ്ങി. അങ്ങനെ ഒരു പഹാടി കേൾക്കാൻ നോക്കില്ല, വേറെ കേൾക്കാൻ പറ്റില്ല അല്ലേ. ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ദാസേട്ടൻ പാടിയൊരു പാട്ട്, എൻ്റെ കഥ എനിക്കറിയില്ല, അത് ജേട്ടൻ പിന്നെ പാടിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത്. ഞാൻ അത് സ്റ്റേജ് ഷോയ്ക്കൊന്നല്ല പാടിയത്. മാമ്പൂ വിരിയുന്ന രാവുകളിൽ, മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂവ് തേടിപ്പോയി, ആരും കാണാത്ത പൂവ് തേടിപ്പോയി. മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂവ് തേടിപ്പോയി, ആരും കാണാത്ത പൂവ് തേടിപ്പോയി. പനി
പൂവല്ല, പനിനീർ റോജ മലരല്ല, അത് പാരിജാത പൂവല്ല. പാതിരാക്കുയിൽ പാടിയുണർത്തും പാലപ്പൂവല്ല, വണല്ലോ. മാമ്പൂ വിരിയുന്ന രാവുകളിൽ, മാതളം പൂക്കുന്ന രാവുകളിൽ, ഞാനൊരു പൂവ് തേടിപ്പോയി, ആരും കാണാത്ത പൂവ് തേടിപ്പോയി. ഇത് രണ്ടാമത് പാടാൻ പറ്റിയ കഥ പറഞ്ഞില്ല. എന്തെങ്ങനെ അങ്ങനെ ഒരു വേഷം വരാൻ കാരണം? ഈ പാട്ടോ അല്ല, അത് എന്നെ സാറ് 75-ാം വർഷം ദേവരാമാഷ് 75-ാം വർഷം എറണാകുളത്ത് നടത്തി. അത് എന്നെ കൊണ്ടായി പാട്ട് പഠിച്ചത്. അതിൻ്റെ ഇതാണ് ഇപ്പം കേൾക്കണല്ലേ? അതിൻ്റെ സ്റ്റൈല് അത് CD ആയിട്ടൊക്കെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പം അല്ല, ഈ ലളിതഗാനങ്ങളൊക്കെ സിനിമ പാട്ടുമാതിരി തന്നെ ഫേമസ് ആണ് ഇതെല്ലാം. ഒന്നിനും ചെയ്ത് ജേട്ടൻ്റെ പാടി വേറൊരു എഴുതാനുണ്ട്, ജയദേവ കവിയുടെ ഗീതികൾ, രാധാകൃഷ്ണൻ്റെ, അത് പൂവച്ചലിൻ്റെ വരികൾ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിൽ അലിഞ്ഞോ, ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിൽ അലിഞ്ഞോ, ഈ ശാന്തനിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ഇതൊക്കെ ആകാശവാണിയിൽ വന്നതാണെങ്കിലും സിനിമ പാട്ടിനേക്കാളും നല്ല പാട്ടുകളാണ്. എത്രയും അതെ, സിനിമ പാട്ടിനൊക്കെ നല്ല പാട്ടല്ലേ? അല്ല, അത് എത്ര വർഷം കഴിഞ്ഞിട്ട് നിൽക്കണോണ്ടാണ്. അതൊക്കെ ചില പാട്ടുകൾ ഒന്ന് വീഴുന്നതാണ്. ചേട്ടാ, വളരെ ടച്ചിങ് ആയിട്ട് ചില സോങ്സ് നമ്മൾ പറഞ്ഞല്ലോ. അത് പിന്നെ ദേവരാമാഷ എല്ലാ ടൈപ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സോങ്സ് ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറും, പിന്നെ ഇറങ്ങില്ല. ദാഹം എന്നുള്ള സിനിമയിൽ അത് അതിൻ്റെ ലിറിക്സും അതിൻ്റെ ആ വരികളും ആ സംഗീതവും ആ പാടിയിരിക്കണം എല്ലാം കൂടി ഒരു ഹോണ്ടിങ് എന്ന് പറഞ്ഞ സോങ്. വേദന വേദന തീരാത്ത വേദനയിൽ മുങ്ങി, വേഴാമ്പലുകൾ മയങ്ങി, സ്നേഹത്തിൻ കണ്ണുനീർ പാടത്തിനരികിൽ ദാഹിച്ചു ദാഹിച്ചുറങ്ങി. വേദന വേദന തീരാത്ത വേദനയിൽ മുങ്ങി, വേഴാമ്പലുകൾ മയങ്ങി, സ്നേഹത്തിൻ കണ്ണുനീർ പാടത്തിനരികിൽ ദാഹിച്ചു ദാഹിച്ചുറങ്ങി. വേദന വേദന
വർണ്ണവിധാനങ്ങൾ നീർത്തിടും നിത്യമനോഹര തീരം നിദ്ര തൻ നിത്യമനോഹര തീരം നിർവൃതി വർണ്ണവിധാനങ്ങൾ നീർത്തിടും നിത്യമനോഹര തീരം നിദ്ര തൻ നിത്യമനോഹര തീരം സ്വപ്നം സങ്കൽപ്പ തമ്പുരു മീട്ടും വിശ്വപ്രേമകുടീരം വിശ്വപ്രേമകുടീരം വേദന വേദന തീരാത്ത വേദനയിൽ മുങ്ങി വേഴാമ്പലുകൾ മയങ്ങി സ്നേഹത്തിൻ കണ്ണുനീർ പാടത്തിനരികിൽ ദാഹിച്ചു ദാഹിച്ചുറങ്ങി വേദന വേദന അന്തരാത്മാവിൻ അബോധതലങ്ങളിൽ ആരോ പാടുവതാരോ മൂകമായി ആരോ പാടുവതാരോ അന്തരാത്മാവിൻ അബോധതലങ്ങളിൽ ആരോ പാടുവതാരോ മൂകമായി ആരോ പാടുവതാരോ തല്ലാനല്ല തലോടുവാനല്ല തന്നു ഞാനീ കൈകൾ തല്ലാനല്ല തലോടുവാനല്ല തന്നു ഞാനീ കൈകൾ തന്നു ഞാനീ കൈകൾ വേദന വേദന തീരാത്ത വേദനയിൽ മുങ്ങി വേഴാമ്പലുകൾ മയങ്ങി സ്നേഹത്തിൻ കണ്ണുനീർ പാടത്തിനരികിൽ ദാഹിച്ചു ദാഹിച്ചുറങ്ങി വേദന 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 ഭയങ്കരമായിട്ട് പാട്ടാണ്. ഇതൊരു വേദന, എൻ്റെ വരികളും എല്ലാം കൂടി. എങ്ങനെ ഈ വേദനയ്ക്ക് അദ്ദേഹം ഈ മ്യൂസിക് ഇങ്ങനെ ഇട്ടല്ലേ? അതെ, വേദനയ്ക്ക് ഇങ്ങനെ മ്യൂസിക് മാത്രമേ പറ്റുള്ളൂ. സത്യമാഷ ഓർമ്മ വരും. സത്യമാഷ ഓർമ്മ കിടക്കുന്ന മുഖം, ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റൽ. അയ്യോ ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓ ബ്യൂട്ടിഫുൾ. സത്യമാഷക്ക് വേണ്ടി ആ വേദനയുടെ മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. അതെ, സത്യമാഷ ചെറിയ കുട്ടി കുട്ടിയായിട്ടാണ് മുഖത്ത് കാണാം. ഈ പാട്ടിന്റെ മുഴുവൻ എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ മുഖത്താണ്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കിടക്കാതെ പാട്ട്. സത്യമാഷിന്റെ വേറെ മോഡലൊരു പാട്ട് ജയേട്ടൻ്റെ ഭയങ്കരമായിട്ട് അതുകൊണ്ട് കിടക്കാം. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ കുരുക്ഷേത്രം എന്ന ചിത്രത്തിൽ. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണിയതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരവരച്ചു. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു
പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. ആരാധന തീർന്നു നടയടച്ചു, ആൽത്തറ വിളക്കുകൾ കണ്ണടച്ചു. ആരാധന തീർന്നു നടയടച്ചു, ആൽത്തറ വിളക്കുകൾ കണ്ണടച്ചു. ആളുകളൊഴിഞ്ഞു അമ്പലക്കുളങ്ങരെ അമ്പിളി ഈറൻ തുകിൽ വിരിച്ചു. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു, പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. ചന്ദനം നൽകാത്ത ചാരുമുഖി, നിന്മനം പാറുന്നതേതു ലോകം. ചന്ദനം നൽകാത്ത ചാരുമുഖി, നിന്മനം പാറുന്നതേതു ലോകം. നാമിരുപേരും തനിച്ചിങ്ങു നിൽക്കുകിൽ, നാട്ടുകാർ കാണുമ്പോഴെന്തു തോന്നും. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു, പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണിയതു കേട്ടു നാണിച്ചു നാണിച്ചു, കാൽനഖം കൊണ്ടൊരു വര വരച്ചു. പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. സത്യമാഷിന്റെ ഒരു നോട്ടി സംഗീതത്താൽ വസന്തപ്രഭ തീർത്ത നിമിഷങ്ങളാണ് ജയേട്ടനും രാജീവേട്ടനുമൊപ്പം നാം അനുഭവിച്ചത്. കൂടുതൽ സുന്ദരമായ നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം അടുത്ത വെള്ളിയാഴ്ച വരെ.